അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിലേക്കാണ്. ഡി സുരേഷ് കുമാർ, ഇപ്പോൾ ശ്രീ കെന്നഡി സൂചിപ്പിച്ച കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനു മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുവരെ ഈ വിഷയം ആളെ കത്തിക്കാനുള്ള വലിയ ശ്രമമാണ് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മറ്റ് കക്ഷികളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ നോക്കിക്കാണുന്ന പ്രതികരണത്തെ? 2 മിനിറ്റാണ്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എനിക്ക് നീലിമയോടാണ് ചോദിക്കാനുള്ളത്. താങ്കൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള രാഷ്ട്രീയ പങ്ക് കച്ചവടത്തിനെക്കുറിച്ച്. എനിക്ക് ആ ചോദ്യം ചോദിച്ച ആളിനോട് ഒരു മറുചോദ്യമുണ്ട്. കുൽഗാം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ജമ്മു കാശ്മീരിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരായി ഇത്തവണ മത്സരിച്ച BJP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നീലിമയ്ക്കറിയാമോ? ആ രാഷ്ട്രീയ അപവാദ സഖ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും തരാതരം പോലെ BJP-യും കൂട്ടുകൂടുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം മറ്റൊരു കാര്യം കൂടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം അനുവദിക്കുന്നതും നിഷേധിക്കുന്നതും BJP-യുടെ കേരള സംസ്ഥാന ഘടകമാണ് എന്നുള്ള കാര്യം എനിക്ക് നീലിമയിൽ നിന്ന് കിട്ടിയ ഒരു പുതിയ അറിവാണ്. അത് ഞങ്ങൾക്ക് നൽകി സഹായിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ജാമ്യം കിട്ടുന്നതിനുള്ള സഹായം ഞാൻ കേട്ട കാര്യമാണ്. അത് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ജാമ്യം കിട്ടുന്നതിനുള്ള സഹായം ഇവിടെ നിന്നുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണെന്ന് താങ്കൾ തീർച്ചയായും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാമ്യം അനുവദിക്കുന്നത് നിഷേധിക്കുന്നത് BJP-യുടെ ഓഫീസിൽ നിന്നാണെന്നുള്ള കാര്യം. അല്ലാതെ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞതുകൊണ്ടാണോ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത്? ഛത്തീസ്ഗഡിലെ ജോൺ ബ്രിട്ടാസ് കോടതി ജാമ്യം അനുവദിച്ചതെന്നാണ് ഞങ്ങൾ കരുതിയത്. ഈ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഞാൻ എന്നൊന്ന് പറയാൻ അനുവദിക്കൂ. ചാർത്തപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഈ അവസാന സമയത്ത് ഇടയ്ക്ക് കയറി പറയാൻ അനുവദിക്കാതിരിക്കുന്ന രീതി ശരിയല്ല. ചാർത്തപ്പെട്ടിരിക്കുന്ന FIR-ൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ല എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA കോടതി ജാമ്യം അനുവദിച്ചതെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ നീലിമ പറഞ്ഞത് BJP-യുടെ സംസ്ഥാന ഘടകത്തിന്റെ ഇടപെടൽ മൂലമാണ് ജാമ്യം കിട്ടിയതെന്നാണ്. ജാമ്യം നിഷേധിക്കുന്നതും ജാമ്യം അനുവദിക്കുന്നതും BJP സംസ്ഥാന ഘടകത്തിന്റെ ഇടപെടൽ മൂലമാണ്. പുതിയ അറിവാണ്. ഒരൊറ്റ കാര്യം CBCIയുടെ പ്രതിനിധിയാണ് പറഞ്ഞത്. ഇടപെട്ട കേന്ദ്ര സർക്കാരിനും BJP നേതൃത്വത്തിനും രാജീവ് ചന്ദ്രശേഖറിനും നന്ദി എന്ന് പറഞ്ഞത് CBCIയുടെ പ്രതിനിധിയാണ്. CBCIയുടെ മറുപടിയുണ്ട്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ബിഷപ്പിന്റെ പിന്തുണയുണ്ട്, ഇവിടെ കെന്നഡി കരിമ്പിൻകാലയുടെ പിന്തുണയുണ്ട്, പിന്നെ പ്ലാമ്പാനിയെ പോലുള്ള 1-2 അഭിവന്ദ്യ പിതാക്കന്മാരുടെ പിന്തുണയുണ്ട്. പക്ഷേ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ തലസ്ഥാന നഗരിയിലെ നിരത്തിൽ കണ്ടത് ആയിരക്കണക്കിന് കന്യാസ്ത്രീമാരും പുരോഹിതന്മാരും നിരത്തിലിറങ്ങി ഈ ഗതികെട്ട കേന്ദ്ര ഭരണം തുലയട്ടെ എന്നാണ് മുദ്രാവാക്യം വിളിച്ചത്. അത് നിങ്ങൾ കേട്ടായിരുന്നു? ആയിരക്കണക്കിന് വരുന്ന പുരോഹിതരും ക്രൈസ്തവ വിശ്വാസികളും താമരശ്ശേരി അതിരൂപതയും അങ്ങനെയുള്ള 1-2 ആളുകൾ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർഗവഞ്ചകർ, യൂദാസുമാർ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കുകയാണ്. ആയിക്കോട്ടെ, കൂടുതൽ സംസാരിക്കണമെന്നില്ല. പക്ഷേ ജ്യോതി ശർമ്മയെ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ കാലം നിങ്ങൾക്കുള്ള കരുതൽ കരുതി വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം തയ്യാറായിക്കൊള്ളുക. ആ നിരപരാധികളുടെ മുഖത്തടിച്ച ജ്യോതി ശർമ്മയ്ക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയുണ്ടല്ലോ, അതൊരു പ്രത്യയശാസ്ത്ര പിന്തുണയാണ്, വിചാരധാരയുടെ പിന്തുണയാണ്. ഇങ്ങനെ ക്രൈസ്തവ സഭകളെ വിശ്വാസത്തിലെടുക്കാൻ വളരെ കൃത്യമായി BJP-ക്കും ഇവിടെ കേന്ദ്ര സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ മറുപടി നിങ്ങൾ നൽകിക്കൊള്ളുക. നിങ്ങൾക്ക് ചില നീതികൾ കരുതി വെച്ചിട്ടുണ്ട്. ശ്രീ കെന്നഡി സാർ, അങ്ങേക്ക് ഇടപെട്ടൊന്ന് സംസാരിക്കാം. 2 മിനിറ്റ്. ഭയങ്കരമായി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഏതായാലും
ഏതാണ്ട് ഒരു 2-3 മാസത്തിനകം ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല സാർ. അത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണയിലാണ് RSS ബജറംഗ് ദൾ ഇത് ചെയ്യുന്നത്. ആ പ്രത്യയശാസ്ത്ര പിന്തുണ ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ വളരെ മാന്യമായാണ് അങ്ങേക്ക് ഞാൻ സമയം തന്നത്. ഇനി ഇതിൽ ഇടപെട്ട് സംസാരിച്ചാൽ താങ്കളുടെ ശബ്ദം മ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഏക വഴി. സർ കെന്നഡി സർ പറയൂ. നോക്കൂ, ഏതായാലും ഞാൻ അദ്ദേഹം ഒരുപാട് സമയം കവർന്നതുകൊണ്ട് ഇനിയും രണ്ടുപേര് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അടക്കം ഇനിയും സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കിയേക്കാം. ആരെന്ത് പറഞ്ഞാലും ഈ രാജ്യത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾ നൂറ്റാണ്ടുകളായി ദളിതർക്കും അയിത്തം അനുഭവിച്ചവർക്കും എന്നും അഭയവും ശരണവുമാണെന്ന് പറഞ്ഞത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറാണ്. അംബേദ്കറിൻ്റെ വാക്കുകളാണ് മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി നിലവിലുള്ളത്. അത് ഭരണഘടനാ ശില്പിയാണെന്നും കൂടി മറക്കണ്ട. ഈ ഛത്തീസ്ഗഡിൽ മിഷൻ പ്രവർത്തനമായി സഭ മുന്നോട്ട് പോകുമെന്ന് ഇതിനിടെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ആ പാവപ്പെട്ട ജനത ഒറ്റപ്പെടില്ല. അവരുടെ ഇല്ലായ്മയിൽ, വല്ലായ്മയിൽ, അനാരോഗ്യത്തിൽ, പട്ടിണിയിൽ സഭ ഏതായാലും കൂടെ തന്നെ ഉണ്ടാവും. അത്തരം പ്രവർത്തനം സധൈര്യം നിർഭയത്തോടെ BJP ഭരിക്കുന്ന ഈ ഭാരതത്തിൽ സധൈര്യം അവരവരുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഭരണഘടന നൽകുന്ന ആ അവകാശം തുടർന്നും ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി, പ്രത്യാശത്തോടുകൂടി ഞാൻ നിർത്തുന്നു. ശ്രീ കെന്നഡി സാർ, ഒരു ചോദ്യം കൂടി. ഈ കോലാഹലങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയും BJPയും തമ്മിൽ അടുക്കുന്നു എന്ന വളരെ കൃത്യമായ, അതായത് വോട്ട് ഷെയറിന്റെ കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ക്രൈസ്തവ സഭയും BJPയും തമ്മിൽ അടുക്കുന്നു. വളരെ കൃത്യമായി അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന ഭാരതത്തിനൊപ്പം അവർ മുന്നേറുകയാണ്. അങ്ങനെ ഒരു കൈത്താങ്ങായി അവർക്കൊപ്പം ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്ന ഒരു വലിയ വിശ്വാസം ആ വിഭാഗത്തിനിടയിലുണ്ട്. അത് തകർക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളിലെ ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾക്ക് പിന്നിൽ നീലിമ, കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് അത് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പൊളിറ്റിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം 25ഓളം മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതിനർത്ഥം 25ഓളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 25 MLA-മാരാണെന്നാണ്. അത് കഴിഞ്ഞ ലോക്സഭയിലെ സ്ഥിതിയാണ്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വളരെ ഉന്നതമായൊരു നേതൃത്വം BJPക്ക് വന്നു കഴിഞ്ഞു. വളരെ സമൃദ്ധമായ രീതിയിൽ അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക്കലായി അവർ നീങ്ങുന്നുണ്ട്. സഭയുമായി കൂടുതൽ നല്ല ബന്ധങ്ങളിലേക്ക് വരുന്നു. അതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ, കുപ്രചരണങ്ങളിലൂടെ അതിനകത്ത് വിള്ളൽ സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് കുറച്ചൊക്കെ സാധിച്ചില്ല എന്ന് ഞാൻ പറയില്ല. കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ സംഘപരിവാറിലെ 1-2 സംഘടനകളും ഇവിടെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുകയുണ്ടായി. അതിനകത്ത് ഞാൻ കരുതുന്നു BJP നേതൃത്വം അത് ഇടപെട്ട് അത് തിരുത്തും എന്ന് കരുതുന്നു. അതൊക്കെ കൂടി തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും പ്രധാനമായി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുൻ അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന്. ആ 35ലേക്ക് BJP എത്തും എന്ന് ഏകദേശം കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബോധ്യപ്പെട്ടതിന്റെ തെളിവാണ് ഈ ആശങ്കകളെന്ന് മറക്കേണ്ട നീലിമ. ആ തെരഞ്ഞെടുപ്പ് ഇവിടെ മാറ്റങ്ങൾക്ക് വഴിയിടും. വലിയ പോളറൈസേഷൻ ഈ കേരളത്തിൽ ഉണ്ടാകുമെന്നതിലും സംശയം വേണ്ട. ശരി.